സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ്. ഇപ്പോൾ നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഒരു സവാള ഇതേപോലെ ഈ കാണുന്ന പരുവത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്തിരി വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവരുത്, ഒരു 50% മാത്രം ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പൊന്നും ഇട്ടിട്ടില്ല, വെറുതെ ഈ ഒരു സവാള മാത്രമായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്കിത് കോരി മറ്റൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. സവാള മുഴുവനും മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സവാള വഴറ്റുമ്പോൾ ഇത്തിരി കൂടെ ഓയിൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഇത്തിരി കൂടെ വെളിച്ചെണ്ണ വേണമെന്ന് തോന്നിയിട്ടുള്ളത് കൊണ്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു കറിവേപ്പില ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു പച്ചമുളക്, ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള എരിവുള്ള പച്ചമുളകാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. പച്ചമുളക് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഈ ഒരു പരുവത്തിലാവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്, ഞാനിവിടെ നല്ല പഴുത്തിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു തക്കാളി ഇതേപോലെ നന്നായിട്ട് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കംപ്ലീറ്റ് ഈ ഒരു സവാളയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ജാറിനകത്തുള്ളത് കംപ്ലീറ്റ് നമ്മൾ കൈ വെച്ചിട്ട് ഇതിലേക്ക് നന്നായിട്ട് വടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഈ ഒരു തക്കാളിയുടെ ജ്യൂസ് നല്ല രീതിയിലൊന്ന് വറ്റി കിട്ടുന്ന രീതിയിലൊന്ന് നമുക്കിതിന് കുറുക്കിയെടുക്കണം, നല്ലൊരു ഡ്രൈ ആക്കി എടുക്കണം. അപ്പം ഞാൻ ആ ഒരു ജാറ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം മൊത്തം ഈ ഒരു തക്കാളിയിലുള്ള വെള്ളം കംപ്ലീറ്റ് വറ്റി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഈ ഒരു പരുവത്തിലായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടി കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി പൗഡർ, സാധാരണ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഒട്ടും വെള്ളമയം ഇല്ലാതെ നല്ല രീതിയിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവോളം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിയില്ലാത്ത തൈര് തന്നെ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മസാലയും തൈരുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇത്തിരി ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു തൈര് എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം കേട്ടോ. ഈ ഒരു തിളക്കുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള സവാള കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ കറിയിലെ കഷ്ണങ്ങളെന്ന് പറയുന്നത് ഈ ഒരു സവാളയാണ് കേട്ടോ. വേറെ നമുക്കിതിലേക്ക് വേറെ വെജിറ്റബിൾസോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിലെ കഷ്ണങ്ങളെന്ന് പറയുന്നത് ഈ ഒരു സവാളയാണ്, നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവാളയാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം ഒരു 2-3 മിനിറ്റ് നേരത്തേക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതിലുള്ള ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്ന ഒരു പരുവം വരെ വേണം നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല രുചി കിട്ടുന്നത്. അപ്പോൾ മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല കുറുകിയിട്ടുള്ള ആ ഒരു പരുവത്തിലാണ് ഈ ഒരു കറി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അതേപോലെ തന്നെ ചോറിൻ്റെ ഒക്കെ കൂടെ ആണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കേട്ടോ. അപ്പോൾ ഏറ്റവും സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.